ഹലോ മുത്തുമണികളെ, എന്തൊക്കെ പാട് സുഖല്ലേ? ഇപ്പം നമ്മുടെ മലയാള സിനിമ റിലീസുകളുടെ കാലമാണ്. ഒരുപാട് റിലീസുകൾ വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയാണ് കൂടുതൽ വരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മുടെ ദിലീപേട്ടൻ്റെ കല്യാണരാമൻ എന്ന മൂവി 4K റിലീസായിട്ട് വരാൻ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലി മാത്രമാവില്ല, ഒരുപാട് ആളുകൾക്ക് ഈ രണ്ട് ചിത്രങ്ങൾ വന്നാൽ നന്നാവുമെന്ന് ആഗ്രഹിക്കുന്ന ചിത്രങ്ങളാകുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് ചിത്രങ്ങൾ, അതായത് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും രണ്ട് അടിപൊളി ക്യാരക്ടേഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ് നമ്മുടെ മമ്മൂക്ക ഡബിൾ റോളിൽ വന്ന അണ്ണൻ തമ്പി എന്ന മൂവി. ഈ സിനിമ നമ്മുടെ ബെന്നി പി നായരമ്പലത്തിൻ്റെ സ്ക്രിപ്റ്റിൽ നമ്മുടെ അൻവർ റഷീദ് രാജമാണിക്കത്തിന് ശേഷം മമ്മൂക്കയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു എന്താ പറയുക, ഒരു മാസ് മസാല ആക്ഷൻ കോമഡി മൂവിയാണ്. 2008 ബ്ലോക്ക് ബസ്റ്ററായൊരു മൂവിയാണ്. തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിച്ച മമ്മൂക്ക ഇരട്ടവേഷത്തിൽ അഭിനയിച്ച ഒരു അടിപൊളി മൂവിയാണ്. മമ്മൂക്കയുടെ ഇരട്ട കഥാപാത്രം തിയേറ്ററിൽ തകർത്ത് വാരി തന്നെ പറയാം. അടിപൊളി ക്യാരക്ടർ, കോമഡിക്ക് കോമഡി, ആക്ഷന് സെന്റിമെന്റ്സ് എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു മമ്മൂക്കയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് മസാല മൂവിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ടൻ ചാർലി ചാനായി വന്ന മൂവിയാണ് നാട്ടുരാജാവ്. ഈ ചിത്രം അന്നത്തെ കാലത്ത് വലിയൊരു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലെങ്കിലും ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ചാർലി ചാൻ. അതായത് പുലിക്കാട്ടിൽ ചാർലി. ഈ ക്യാരക്ടർ എനിക്ക് സത്യം പറയാം, പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ലാലേട്ടൻ്റെ. ഒരുപാട് ലാലേട്ടൻ്റെ നല്ല ക്യാരക്ടർ ഇഷ്ടപ്പെടാനുണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടർ പുലിക്കാട്ടിൽ, പ്രത്യേകിച്ച് ലാലേട്ടൻ ഇങ്ങനെ നെഞ്ഞത്ത് ആക്കിയിട്ട് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, ഇങ്ങനെ പിടിച്ച് അതിൻ്റെ പ്രത്യേക ഒരു ഓറയും ഒരു സ്വാഗും ഒക്കെയാണ് ഷാജി കൈലാസ് ലാലേട്ടന് വേണ്ടി ഇതിൽ ഒരുക്കി വെച്ചത്. അതിൽ പ്രത്യേകിച്ച് അതിലെ ഓരോ ഡയലോഗൊക്കെ ഭയങ്കര രസമാണ്. നിനക്കൊന്നും അറിയില്ല കാരണം നീ കുട്ടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല രസമുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിലുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ഒരു വ്യത്യസ്തമാർന്ന ഒരു ഷാജി കൈലാസിൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ മൂവിയാണ്. നമ്മുടെ എന്താ പറയുക, ആറാം തമ്പുരാൻ പോലെയും അല്ലെങ്കിൽ നരസിംഹം പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു നാട്ടുരാജാവ് ക്യാരക്ടറായിരുന്നു നാട്ടുരാജാവ് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ചത്. ഈ സിനിമ അധികാരം പറഞ്ഞു കേട്ടില്ല റിലീസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അണ്ണൻ തമ്പി ആരും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വന്ന രണ്ട് ചിത്രങ്ങൾ. ഈ രണ്ടും ഒന്നും കൂടി തിയേറ്ററിൽ വന്നിട്ട് ഒന്ന് ആഘോഷമാക്കണമെന്നൊരു ആഗ്രഹമുള്ള രണ്ട് സിനിമകൾ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണ്ട. ഈ രണ്ട് ചിത്രങ്ങൾ വന്ന തിയേറ്ററിൽ ഓളം ഇനിയും ഉണ്ടാകുമോ? ആ പഴയ ഓളത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇതിനെ സ്വീകരിക്കുമോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണ്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന മമ്മൂക്കയുടെ മെയിൻ ചിത്രമാവും അണ്ണൻ തമ്പി. രാജമാണിക്കം പോലെ തന്നെ ചിലപ്പോൾ അതിന് മുകളിൽ ആളുകൾ ആഗ്രഹിക്കുന്ന മൂവിയാവും അണ്ണൻ തമ്പി, കൺഫേം ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ ചിത്രം ഒന്നുകൂടി പ്രേക്ഷകർ ഏറ്റെടുക്കും. കാരണം അത് അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു കളർഫുൾ ഫെസ്റ്റിവൽ മൂവിയാണ്. അത് ആ റിലീസ് ടൈമിൽ തന്നെ നല്ല വമ്പ ഹിറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുരാജാവും തിയേറ്ററിലൊക്കെ ഇങ്ങനെ എന്താ ആരവം വരുന്നൊരു രണ്ട് ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ രണ്ട് ചിത്രങ്ങൾ വന്ന പ്രേക്ഷകർ ഇരും കയ്യും നീട്ടി സ്വീകരിക്കുമോ ഇല്ലയോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, നമുക്കിത് മാക്സിമം നമ്മൾ ആളുകളെ എത്തിച്ച് ഇതൊക്കെ റിലീസ് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ എന്തായാലും ഉണ്ടാവും. കാരണം ഒരുപാട് ഇപ്പോൾ ദേവദൂതനൊക്കെ അന്ന് ഫ്ലോപ്പായി മൂവി, എന്നിട്ട് വന്നിട്ട് ഇപ്പോൾ വന്നപ്പോൾ വമ്പ ഹിറ്റായി. അപ്പോൾ അതുപോലുള്ള നല്ല നല്ല രീതിയിലൊക്കെ റീമാസ്റ്റർ ചെയ്ത് വന്നാൽ നമുക്ക് ഒന്നുകൂടി ആ പഴയതിനേക്കാൾ ഉഷാറുള്ള സൗണ്ടിലും അതിൻ്റെ എല്ലാ സെറ്റപ്പിലും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.